കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ട ചിലർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരെങ്കിലും സീരിയസ് ആയിട്ടിത് ചെയ്യുന്നുണ്ട് എന്നിപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നന്നാവും. കാരണം മറ്റു റെഫറൻസുകൾ നിങ്ങൾ നോക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുകയാണെങ്കിൽ വേറെ വീഡിയോകൾ തപ്പുകയോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ നോക്കുകയൊന്നും വേണ്ടി വരില്ല. നിങ്ങൾക്കത് ഉപകാരമാവും. നമ്മളുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുൻപത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഹാസ് ഹാവിൻ്റെ അർത്ഥം ന് ഉണ്ട് എന്നാണ്. അതായത് എനിക്ക് അവനും ഉണ്ട് എന്നർത്ഥം. ഹാഡിന് ന് ഉണ്ടായിരുന്നു. വിൽ ഹാവ് വന്നിട്ട് ന് ഉണ്ടാവും. ഹി ഹാസ് എ ഹോം, അവന് ഒരു വീടുണ്ട്. ഐ ഹാവ് എ ഹോം, എനിക്ക് ഒരു വീടുണ്ട്. ഐ ഹാഡ് എ ഹോം, എനിക്ക് ഒരു വീടുണ്ടായിരുന്നു. ഐ വിൽ ഹാവ് എ ഹോം, എനിക്ക് ഒരു വീടുണ്ടാവും. അങ്ങനെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് there is അല്ലെങ്കിൽ there are, അതാണ്. അതിൻ്റെ അർത്ഥം ഇൽ ഉണ്ട് എന്നാണ് മീനിങ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് പറയാം. എൻ്റെ വീട്ടിൽ ഒരു പേരമരമുണ്ട്, അങ്ങനെ പറയുന്നതാണ്. സിംഗുലർ വരുമ്പോഴാണ് നമ്മൾ there is ഉപയോഗിക്കേണ്ടത്. there is a cat in my home. എ ക്യാറ്റ് ഒരു പൂച്ച ആയതുകൊണ്ട് there is ഉപയോഗിക്കുക. there is a cat in my home, എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. there is a tree in front of my home, എൻ്റെ വീടിന് മുമ്പിൽ ഒരു മരമുണ്ട്. there is a blue car in his home, അവൻ്റെ വീട്ടിൽ ഒരു നീല കാറുണ്ട്. പ്ലൂറിൽ വരുമ്പോൾ there isന് പകരം there are ഉപയോഗിക്കുക. there are 2 cats in my home, എൻ്റെ വീട്ടിൽ 2 പൂച്ചകളുണ്ട്. there are 4 trees in front of my home, എൻ്റെ വീടിന് മുമ്പിൽ 4 മരങ്ങളുണ്ട്. there are 1 blue car and 1 red car in his home, അവൻ്റെ വീട്ടിൽ ഒരു നീല കാറും ഒരു ചുവന്ന കാറും ഉണ്ട്. ക്ലിയർ ആയില്ലേ? സിംഗുലർ വരുമ്പോൾ there is, പ്ലൂറൽ വരുമ്പോൾ there are. ഇനി നമ്മൾ there was അല്ലെങ്കിൽ there were ആണ് പഠിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ പാസ്റ്റ്. വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു, ഞങ്ങൾ വിറ്റു എന്ന് പറയുന്ന പോലെ. സിംഗുലർ വരുമ്പോൾ there was a cat in my home, എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. there was a tree in front of my home, എൻ്റെ വീടിന് മുമ്പിൽ ഒരു മരമുണ്ടായിരുന്നു. ചിലപ്പോൾ അത് മുറിച്ചു പോയിട്ടുണ്ടാവാം. there was a blue car in his home, അവൻ്റെ വീട്ടിലൊരു നീല കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനില്ല. പ്ലൂറൽ വരുമ്പോൾ there were 2 cats in my home, എൻ്റെ വീട്ടിൽ 2 പൂച്ചകളുണ്ടായിരുന്നു. there were 4 trees in front of my home, എൻ്റെ വീടിന് മുമ്പിൽ 4 മരങ്ങളുണ്ടായിരുന്നു. there were 1 blue car and 1 red car in his home, അവൻ്റെ വീട്ടിൽ നീലക്കാറും ഒരു ചുവന്ന കാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വിറ്റിട്ടുണ്ടാവും, പുതിയ വേറൊരു കാറ് വാങ്ങിയിട്ടുണ്ടാവും. അടുത്ത് നമ്മൾ there will be അല്ലെങ്കിൽ there shall be, ഉണ്ടാകും, എൻ്റെ വീട്ടിലുണ്ടാവും എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടാവും ഞാൻ വാങ്ങുമ്പോൾ, അങ്ങനെ പറയുന്ന പോലെ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. there will be ഉപയോഗിച്ചാൽ തന്നെ ധാരാളമാണ്. സിംഗിൾ വന്നാലും പ്ലൂറൽ വന്നാലും നിങ്ങൾ there will be ഉപയോഗിച്ചാൽ മതി. there will be a cat in my home, എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടാവും. there will be a tree in front of my home, എൻ്റെ വീടിന് മുമ്പിലൊരു മരം ഉണ്ടാവും. there will be a blue car in his home, എൻ്റെ വീട്ടിലൊരു നീല കാർ ഉണ്ടാവും. there shall be 2 cats in my home, എൻ്റെ വീട്ടിൽ 2 പൂച്ചകളുണ്ടാവും. there shall be 4 trees in front of my home, എൻ്റെ വീടിന് മുമ്പിൽ 4 മരങ്ങളുണ്ടാവും. there shall be 1 blue car and 1 red car in his home, അവൻ്റെ വീട്ടിലൊരു നീല കാറും ഒരു ചുവന്ന കാറും ഉണ്ടാവും. ഇനി നമ്മൾ സ്പോക്കൺ പാർട്ടിലേക്കും കൂടി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഏകദേശം ബേസിക്കൊക്കെയാണ് പറഞ്ഞു പോയത്. അത്യാവശ്യമുള്ള ബേസിക്കൊക്കെ നിങ്ങൾക്ക് കിട്ടി. നമ്മൾ സ്പോക്കൺ പാർട്ടും ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. അതിനുള്ള കുറച്ച് പ്രയോഗങ്ങൾ ഞാൻ പഠിപ്പിക്കുകയാണ്. ഹാവ് ടു ഓർ ഹാസ് ടു, ചെയ്യേണ്ടതുണ്ട്, ചെയ്യുവാനുണ്ട്. എനിക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോകേണ്ടതുണ്ട് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് പറയാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കേണ്ടത് ഹാവ് ടു, ഹാസ് ടു എന്നുള്ള 2 പ്രയോഗങ്ങളാണ്. പ്ലൂറലോ അയ്യോ വരുമ്പോഴാണ് ഹാവ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം. സിംഗുലർ വരുമ്പോഴാണ് ഹാസ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം.
ഹാവ് ടു ഹാസ് ടു. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു കം, എനിക്ക് വരേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് തിന്നേണ്ടതുണ്ട്. ഐ ഹാവ് ടു റീഡ്, എനിക്ക് വായിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു റൈറ്റ്, എനിക്ക് എഴുതേണ്ടതുണ്ട്. ഐ ഹാവ് ടു ജമ്പ്, എനിക്ക് ചാടേണ്ടതുണ്ട്. ഐ ഹാവ് ടു പ്രോമിസ്, എനിക്ക് വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു സേ, എനിക്ക് പറയാനുണ്ട്. ഐ ഹാവ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാനുണ്ട്. ഐ ഹാവ് ടു റൺ, എനിക്ക് ഓടാനുണ്ട്. ഐ ഹാവ് ടു ക്യാച്ച്, എനിക്ക് പിടിക്കാനുണ്ട്. ഐ ഹാവ് ടു സ്റ്റഡി, എനിക്ക് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മൾ സിംഗിൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഹി ഹാസ് ടു ഗോ, അവന് പോകാനുണ്ട്. ഹി ഹാസ് ടു കം, അവന് വരാനുണ്ട്. ഹി ഹാസ് ടു ഈറ്റ്, അവന് തിന്നാനുണ്ട്. ഹി ഹാസ് ടു റീഡ്, അവന് വായിക്കാനുണ്ട്. ഹി ഹാസ് ടു റൈറ്റ്, അവന് എഴുതാനുണ്ട്. ഹി ഹാസ് ടു ജമ്പ്, അവന് ചാടാനുണ്ട്. ഹി ഹാസ് ടു പ്രോമിസ്, അവന് വാഗ്ദാനം ചെയ്യാനുണ്ട്. ഹി ഹാസ് ടു സേ, അവന് പറയാനുണ്ട്. ഹി ഹാസ് ടു സ്ലീപ്പ്, അവൻ ഉറങ്ങാനുണ്ട്. ഹി ഹാസ് ടു റൺ, അവൻ ഓടാനുണ്ട്. ഹി ഹാസ് ടു ക്യാച്ച്, അവന് പിടിക്കാനുണ്ട്. ഹി ഹാസ് ടു സ്റ്റഡി, അവന് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമല്ലോ അല്ലേ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗോയിങ് ടു എന്നുള്ള പ്രയോഗമാണ്. ചെയ്യുവാൻ പോകുന്നു. ഞാനൊരു പാട്ട് പാടാൻ പോകുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറയാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം ഗോയിങ് ടു ഗോ, ഞാൻ പോകാൻ പോകുന്നു. തെറ്റൊന്നുമില്ല പറയുന്നത്. ഐ എം ഗോയിങ് ടു കം, ഞാൻ വരാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ഈറ്റ്, ഞാൻ തിന്നാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു റീഡ്, ഞാൻ വായിക്കാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു റൈറ്റ്, ഞാൻ എഴുതാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ജമ്പ്, ഞാൻ ചാടാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു പ്രോമിസ്, ഞാൻ വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു സേ, ഞാൻ പറയാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു റൺ, ഞാൻ ഓടാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ക്യാച്ച്, ഞാൻ പിടിക്കാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു സ്റ്റഡി, ഞാൻ പഠിക്കാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു ഗോ, അവൻ പോകാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു കം, അവൻ വരാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു ഈറ്റ്, അവൻ തിന്നാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു റീഡ്, അവൻ വായിക്കാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു റൈറ്റ്, അവൻ എഴുതാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു ജമ്പ്, അവൻ ചാടാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു പ്രോമിസ്, അവൻ വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു സേ, അവൻ പറയാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു സ്ലീപ്പ്, അവൻ ഉറങ്ങാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു റൺ, അവൻ ഓടാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു ക്യാച്ച്, അവൻ പിടിക്കാൻ പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു സ്റ്റഡി, അവൻ പഠിക്കാൻ പോകുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുമല്ലോ അല്ലേ ബാക്കിയുള്ളതൊക്കെ. ഇനി ഇത്രയും മതി. താങ്ക്സ്.